വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുണ്ടസ് ലീഗയെക്കുറിച്ചും സിരിയെ ടൈറ്റിലിനെ കുറിച്ചുമാണ്. അപ്പോൾ ലീഗ് മത്സരങ്ങൾ തീരാൻ ഏതാനും മാച്ചുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏതൊക്കെ ടീമുകൾക്കാണ് ടൈറ്റിൽ സാധ്യത എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് സിരിയെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അന്റോണിയോ കോണ്ടെ നപ്പോളിയിലേക്ക് വന്നതിന് ശേഷം അവരെ ക്ലബിൻ്റെ ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങൾ ജയിക്കുന്നു, ഒഫെൻസീവ്ലി പല മാച്ചുകളും ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒന്നാം സ്ഥാനത്തെത്തിയ നപ്പോളിയെ നമ്മളൊക്കെ വിലയിരുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഈ ഫെബ്രുവരിയിൽ വൺ ഓഫ് ദി വേഴ്സ്റ്റ് പെർഫോമൻസ് നപ്പോളി പുറത്തെടുത്തു എന്ന് തന്നെ പറയണം. കാരണം 4 ലീഗ് മാച്ചിൽ ഒരു മാച്ചിൽ പോലും നപ്പോളിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 സമനിലയും ഒരു പരാജയവും. അതോടുകൂടി 9 പോയിന്റിന്റെ ഡ്രോപ്പാണ് നപ്പോളിയുടെ സൈഡിൽ നിന്ന് ഈ മാസത്തിൽ മാത്രമായിട്ട് നമ്മൾ കണ്ടത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇന്റർ മിലാനുമായിട്ട് മാർച്ചിൽ മത്സരം ഉണ്ടായിരുന്നു. ഈ മാച്ചും സമനിലയിലേക്ക് പോയതോടെ നപ്പോളി നല്ല രീതിയിൽ തന്നെ പ്രതിരോധത്തിലായി എന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ അവസരം നല്ല രീതിയിൽ മുതലാക്കിക്കൊണ്ട് ഇന്റർ മിലാൻ ടോപ്പിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 29 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 64 പോയിന്റുമായിട്ട് ഇന്റർ മിലാൻ ഒന്നാം സ്ഥാനത്തുണ്ട്. തൊട്ടു പിറകിലായിട്ട് 61 പോയിന്റുമായിട്ട് നപ്പോളി രണ്ടാം സ്ഥാനത്തേക്ക് നിലയുറപ്പിച്ചിരിക്കുകയാണ്. 58 പോയിന്റുമായിട്ട് അറ്റ്ലാന്റ മൂന്നാം സ്ഥാനത്തും. ഇവിടെ വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ നപ്പോളിക്കും അന്റോണിയോ കോണ്ടയ്ക്കും കിട്ടി എന്നുള്ളതാണ് വസ്തുത. എന്താണ് ഇവിടെ സംഭവിച്ചത്? എസ്പെഷ്യലി നിങ്ങൾ ഇന്ററിനെതിരെയുള്ള മത്സരമൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നപ്പോളി തന്നെയാണ് ബെറ്റർ പെർഫോമൻസ് കൊണ്ടുവന്നത്. പൊസിഷൻ ആയാലും നമ്പർ ഓഫ് ചാൻസുകളായാലും ഓവറോൾ പ്ലേ മേക്കിങ്ങിലും നപ്പോളി ഡോമിനേറ്റ് ചെയ്തു. പക്ഷേ കിട്ടിയ ചാൻസുകൾ ഇപ്പോൾ ലുക്കാക്കു അടക്കമുള്ള സ്ട്രൈക്കർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. 1-0 പിറകിൽ പോയ സിറ്റുവേഷനിൽ 87 മിനിറ്റിലാണ് ബില്ലിങ്ങിന്റെ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ പുള്ളി വന്നിട്ട് ഗോൾ അടിച്ചുകൊണ്ട് കളി സമനിലയിലേക്ക് പോകുന്നത്. ഇതുപോലുള്ള പല എക്സാമ്പിളും കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് നപ്പോളിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാറ്റി നിർത്തിയാലും കൺസിസ്റ്റന്റ് ആയിട്ട് എൻഡിലേക്ക് പെർഫോമൻസ് അവരുടെ ടീമിന് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇൻസാഗിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കട്ടെ. ഇപ്പൊ തൊട്ടു പിറകിലുള്ള അറ്റ്ലാന്റക്കായാലും തിരിച്ചു വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഇരു ടീമുകളും പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ മാത്രമേ അറ്റ്ലാന്റക്ക് അവസരം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 3 പോയിന്റിന്റെ ഗ്യാപ്പ് ഒന്നുമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ ഇരു ടീമുകൾക്കും വളരെ ക്രൂഷ്യലായിരിക്കും. ലുക്കാക്കു ഈ സീസണിൽ 11 ഗോളുകൾ നപ്പോളിക്ക് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ അടുത്തുനിന്ന് അന്റോണിയോ കോണ്ടെ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം സ്ട്രൈക്കർ എന്ന രീതിയിൽ പല മാച്ചിലും കിട്ടിയ ചാൻസുകൾ വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് ഒരു തലവേദന തന്നെയാണ്. 4-3-3 എന്നുള്ള ഫോർമേഷൻ കോണ്ടെ പരീക്ഷിക്കുന്നുണ്ട്. 4-2-3-1 എന്ന രീതിയിലും ലുക്കാക്കുവിനെ മെയിൻ സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പല മാച്ചിലും കിട്ടിയ ചാൻസുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഈ സ്ട്രൈക്കറുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ശക്തമായിട്ടുള്ളൊരു ഫൈറ്റ് സിരിയയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ബുണ്ടസ് ലീഗിലേക്ക് വരുമ്പോൾ ബയൺ തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. 6 പോയിന്റിന്റെ ലീഡോടെ ബയൺ ഒന്നാം സ്ഥാനത്തും, രണ്ടാം സ്ഥാനത്ത് മറ്റാരുമല്ല കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള ബയർ ലെവർകൂസനാണ്. എന്നാൽ ഒരു വലിയൊരു തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ യൂണിയൻ ബെർലിനെതിരെ ഒരു സമനില മാത്രമേ ബയണിന് പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഈ 2 പോയിന്റിന്റെ ഡ്രോപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്നാൽ ബയർ ലെവർകൂസൻ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ചിട്ട് അവരും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു 5 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാജയങ്ങൾ വന്നിട്ടുള്ള ബയർ ലെവർകൂസന്റെ പെർഫോമൻസുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ബയറിനെ സംബന്ധിച്ചിടത്തോളം ബുണ്ടസ് ലീഗ സെക്യൂർ ചെയ്യുക എന്നതായിരിക്കും ഒരു പരമാവധി ടാർഗറ്റ്. അവസാന നിമിഷം അവർ കൊണ്ടുപോയി കൊളാക്കുമോ എന്ന് ചോദിക്കുന്ന ഫാൻസ് ഇവിടെ ഉണ്ട്. എസ്പെഷ്യലി ഹാരി കെയിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഈ സീസണിൽ വളരെ നല്ലൊരു പെർഫോമൻസ് ബയറിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഗോൾസും അസിസ്റ്റും കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40-ലധികം ഇപ്പോൾ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള നിമിഷങ്ങൾ ഹാരി കെയ്ൻ ബയറിന് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. ഇവിടെ ജമാൽ മൂസിയാല ആയാലും ഒലീസ ആയാലും സാനെ ആയാലും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കെയ്ന് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്ന 8 മത്സരങ്ങൾ ബയറിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. മാക്സിമം ജയത്തോടെ ഈ പോയിന്റ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരിക്കും ബയറിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. പക്ഷേ ഡിഫൻസീവ് വൾണറബിലിറ്റീസ് ബയറിൻ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഉപമിക്കാൻ ആയാലും കിമ്മിങ് ജ ആയാലും പലപ്പോഴും മിസ്റ്റേക്കുകൾ കാണിക്കുന്നത് ബയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ സെറ്റ് ബാക്ക് തന്നെയാണ്. സെറ്റ് പീസിലുള്ള മിസ്റ്റേക്കുകൾ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റികൾ വഴങ്ങുക, ഡിഫൻസീവ് സൈഡിൽ നിന്ന് വരുന്ന എറേഴ്സ്, ഇതൊക്കെ ഗോളിലേക്ക് പോകുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് തന്നെയാണ്. എന്തായാലും ഇനി വരാൻ പോകുന്ന മാച്ചിൽ നല്ലൊരു പെർഫോമൻസ് ബയറിന്റെ സൈഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ബയൺ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത് കാത്താണ് ബയർ ലെവർകൂസൻ ഇരിക്കുന്നത്. 6 പോയിന്റിന്റെ ഗ്യാപ്പ് ഇനി പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ അവസാനത്തെ വീക്കിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.